നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യതലസ്ഥാനത്ത് ശക്തമായ മഴ പെയ്യുകയാണ്. ഇന്ന് പുലർച്ചയോടുകൂടി ആഞ്ഞു വീശിയ പൊടിക്കാറ്റിൽ ദില്ലിയും പരിസര പ്രദേശങ്ങളും ഉണർന്നത് ഈ പൊടിക്കാറ്റോടുകൂടിയാണ്. പതിവിന് വിപരീതമായ അസാധാരണമായ ഒരു പുലർച്ചെയായിരുന്നു ഇന്ന് ദില്ലിക്കാർ കണ്ടുകണ്ടത്. ശാന്തമായ പ്രകൃതിക്ക് പകരം ശക്തമായ പൊടിക്കാറ്റിന് പിന്നാലെ കനത്ത ഇടിയും മിന്നലും ഒപ്പം അതിശക്തമായ മഴയുമായിരുന്നു ഇന്ന് ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടത്. ഇടിമിന്നലോടുകൂടിയ കാറ്റ് മണിക്കൂറിൽ 70 മുതൽ 80 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന് പുലർച്ചെയോടെ അതിശക്തമായ പൊടിക്കാറ്റോടുകൂടിയാണ് അസാധാരണമായ സംഭവങ്ങൾക്ക് തുടക്കമായത്. പൊടിക്കാറ്റ് രാജ്യ തലസ്ഥാനത്തെ മുഴുവനായും മൂടി. ശക്തമായ മഴയും ഇടിമിന്നലിന്റെയും വരവായിരുന്നു പിന്നാലെ. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ നാടകീയമായ നിരവധി വീഡിയോകളും പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. കാറ്റിന്റെ ഹുകാരം കേട്ടാണ് ഉറക്കമുണർന്നത് എന്ന് നിരവധി പേരാണ് കുറിച്ചത്. ചില സ്ഥലങ്ങളിൽ ഏതാണ്ട് 20 മിനിറ്റോളം കാറ്റ് വീശിയെന്ന് ചിലർ എഴുതിയിട്ടുണ്ട്. മറ്റു ചിലർ പൊടിക്കാറ്റിനെയും മഴയെയും കുറിച്ചായിരുന്നു പരാതിപ്പെട്ടത്. അപ്രതീക്ഷിതമായി എത്തിയ പൊടിക്കാറ്റിൽ ദില്ലിയിലെ വിമാന സർവീസുകൾ പലതും റദ്ദാക്കപ്പെട്ടു. 46 മിനിറ്റ് വരെ വൈകിയാണ് നിരവധി വിമാനങ്ങൾക്ക് വിമാനത്താവളത്തിൽ ഇറങ്ങാൻ സാധിച്ചത്. പല വിമാനങ്ങളും 1 മണിക്കൂറോളം വൈകിയാണ് പുറപ്പെട്ടത്. വിമാന യാത്രക്കാരോട് പുതുക്കിയ സമയക്രമം നോക്കി വേണം വിമാനത്താവളത്തിൽ എത്താൻ എന്ന വിമാന കമ്പനികൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മോത്തി ബാഗ്, ദ്വാരക, ഖാൻപൂർ, മിൻഡോ റോഡ്, ലജ്പത് നഗർ, സൗത്ത് എക്സ്റ്റൻഷൻ, റിംഗ് റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പലയിടങ്ങളിലും രാവിലെ തന്നെ ഗതാഗത തടസ്സവും നേരിട്ടു. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി. വൈദ്യുത തൂണുകൾ പലതും വീണത് ചില ഇടങ്ങളിൽ വൈദ്യുത പ്രതിസന്ധി ഉണ്ടാക്കി. അസാധാരണമായ കാലാവസ്ഥയായതിനാൽ തന്നെ ജനങ്ങളോട് വീടുകളിൽ തന്നെ ഇരിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡൽഹിയിലും ദേശീയ തലസ്ഥാന മേഖലയിലും ശക്തമായ കാറ്റും മഴയും പെയ്യുമ്പോൾ രാവിലെ താപനിലയിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് പൊടിക്കാറ്റും ഉണ്ടാവുകയായിരുന്നു. ഫ്ലൈറ്റ് റഡാർ പ്രകാരം ഡൽഹി വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന വിമാനങ്ങൾക്ക് ശരാശരി 46 മിനിറ്റും പുറപ്പെടുന്ന വിമാനങ്ങൾക്ക് 54 മിനിറ്റും വൈകിയതിനാൽ വിമാന പ്രവർത്തനങ്ങളെ സാരമായി തന്നെ ബാധിച്ചു. ഡൽഹിയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ദ്വാരക, ഖാൻപൂർ, സൗത്ത് എക്സ്റ്റൻഷൻ, റിംഗ് റോഡ്, മിൻഡോ റോഡ്, അതുപോലെ തന്നെ ലജ്പത് നഗർ, മോത്തി ബാഗ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാറ്റിൽ മരങ്ങൾ കടപുഴുകി വീഴുകയും ചിലതിന്റെ ശിഖരങ്ങൾ കടപുഴുകി വീഴുകയും ചെയ്തെങ്കിലും വസ്തുവകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ ഇതുവരെ വിലയിരുത്തിയിട്ടില്ല. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ താപനില 19.8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഡൽഹിയിലും സമീപ നഗരങ്ങളിലുമായി NCRലും ഇടമിന്നലോടുകൂടിയ മഴ, ശക്തമായ കാറ്റും ആലിപ്പഴ വർഷവും ഉണ്ടായതിനാൽ 40-ലധികം വിമാനങ്ങൾ വഴിതിരിച്ച് വിടുകയായിരുന്നു. ഏകദേശം 100 വിമാനങ്ങൾ വൈകി. അടുത്ത കുറച്ച് മണിക്കൂറിനുള്ളിൽ 70 മുതൽ 80 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ ഇടിമിന്നലിനും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്ന് ഇന്ത്യ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ ഡൽഹിയിൽ റെഡ് അലേർട്ടാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പാലം സ്റ്റേഷൻ മണിക്കൂറിൽ 74 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുലർച്ചെ 5:30നും 5:50നും ഇടയിൽ പ്രഗതി മൈതാനത്ത് മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയത്. തലസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ ഇഗ്നോയിൽ മണിക്കൂറിൽ 52 കിലോമീറ്റർ, നജ്ഫഗറിൽ മണിക്കൂറിൽ 56 കിലോമീറ്ററും, ലോധി റോഡിലും പിതംപൂരിലും മണിക്കൂറിൽ 59 കിലോമീറ്ററും വേഗതയിൽ ശക്തമായ കാറ്റ് വീശി. മെയ് മാസത്തിൽ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും സാധാരണയേക്കാൾ ഉയർന്ന താപനില കാണപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് IMD വ്യക്തമാക്കുന്നത്. വടക്കേ ഇന്ത്യൻ മഴ സാധാരണത്തേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയിൽ ഉടനീളം കനത്ത മഴ, കൊടുങ്കാറ്റ്, മണിക്കൂറിൽ 70 മുതൽ 80 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് എന്നിവ ഉണ്ടായേക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ നൗകാസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ മിതമായ മഴ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ശനിയാഴ്ച വരെ ദേശീയ തലസ്ഥാനത്ത് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കനത്ത മഴ, ഇടിമിന്നൽ, ശക്തമായ കാറ്റ് എന്നിവ പ്രവചിച്ചിട്ടുമുണ്ട്. ബുധനാഴ്ച വൈകുന്നേരം ആകാശം മേഘാവൃതമായിരിക്കും. നഗരത്തിൽ പരമാവധി താപനില 38.1 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സീസണിലെ ശരാശരിയേക്കാൾ 0.9 ഡിഗ്രി കുറവാണിത്. വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുൻപ് അവരുടെ വിമാനങ്ങളുടെ ഏറ്റവും പുതിയ സ്റ്റാറ്റസ് പരിശോധിക്കാൻ നിരവധി വിമാന കമ്പനികൾക്ക് യാത്രക്കാരോട് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ഡൽഹിയിലേക്കും തിരിച്ചുമുള്ള ഈ വിമാനങ്ങൾ വൈകിയോ വഴിതിരിച്ചു വിടുകയോ ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ മൊത്തത്തിലുള്ള വിമാന ഷെഡ്യൂളിനെ ബാധിച്ചേക്കാം. തടസ്സങ്ങൾ കുറയ്ക്കുന്നതിന് ഞങ്ങൾ പരമാവധി ശ്രമിക്കും എന്നും എയർ ഇന്ത്യ എക്സിലെ പ്രസ്താവനയിൽ പറഞ്ഞു. കഴിയുന്നത്ര വീടിനുള്ളിൽ തന്നെ കഴിയാൻ ജനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.